നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് ചെയ്യണേ. അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമന്റും കൂടി ചെയ്യണേ. അപ്പൊ അധികമൊന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ ക്യുന്നും പെണ്ണും കൂടിയിട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് ഫുഡ് കഴിക്കുന്നതായിരിക്കും. നമ്മളെ ക്യുന്നിനാണെങ്കിൽ ജർമ്മനിയിൽ അത്യാവശ്യമായിട്ട് ഒരു വർക്കിന് പോകേണ്ട ടൈം ആയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ വേഗം ഇവിടുന്ന് പോകുന്ന എന്നുള്ളൊരു സങ്കടത്തിലായിരിക്കും അവനുണ്ടാവുക. അവനാണെങ്കിൽ പറയും, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്റെ പ്രണയം നിന്നോട് പറഞ്ഞല്ലോ, നീ ആണെങ്കിൽ റിജക്ട് ചെയ്ത്, ഇപ്പോൾ നിന്റെ മറുപടി അത് തന്നെയാണെന്നാ ഞാൻ വിചാരിക്കുന്നതെന്ന് പറയേ. നമ്മളെ പെണ്ണും അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. എന്നിട്ട് അവനാണെങ്കിൽ പറയും, എനിക്ക് നിന്നോടൊരു കാര്യം തുറന്ന് പറയാനുണ്ട്, അത് നിനക്ക് കേൾക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ പെണ്ണ് നീ പറഞ്ഞു എന്ന് പറയേ. അവനാണെങ്കിൽ പറയും, ലാസ്റ്റ് ടൈം നമ്മളാണെങ്കിൽ ഇവിടെ ഡിന്നർ കഴിക്കാൻ വന്നിട്ടില്ലേ, അന്ന് ഇവിടത്തേക്ക് ഹാനും വന്നിന്. അവനാണെങ്കിൽ ഒരിക്കലും ആ ഒരു ആക്ട്രസിന് വേണ്ടിയിട്ടല്ല വന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ രണ്ടാളും ഒപ്പര ഫുഡ് കഴിക്കുന്ന കണ്ടത് അവന് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തിന്. അതിന്റെ അർത്ഥം എന്നാ അവൻ അത്രത്തോളം നിന്നെ കൺസേൺ ചെയ്യുന്നുണ്ട്. നിനക്കും അതുപോലെ തന്നെയാണെന്നാ എനിക്ക് തോന്നുന്നത്. നിനക്കും അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് നിന്റെ ഹാർട്ടിൽ എനിക്കൊരു സ്പേസ് തരാണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. നിങ്ങൾ രണ്ടാളും സംസാരിച്ചിട്ട് നിങ്ങളെ പ്രശ്നം എന്നാ തീർത്തിട്ട് രണ്ടാളും ഒപ്പരം പോകുന്നതായിരിക്കും അതിന് നല്ലതെന്ന് പറയേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ പെണ്ണും ഒന്നും കൂടി തിങ്കാക്കുന്നുണ്ടാവും. ആരായാലും മനുഷ്യന്മാരല്ലേ, ചെറിയൊരു തെറ്റൊക്കെ പറ്റൂലേ. അതും ഇന്റൻഷനലി ചെയ്യാത്തൊരു തെറ്റാവുമ്പോൾ അതത്ര വലിയ കാര്യമല്ലല്ലോ അല്ലേ. ഇങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു ഫോറം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ. ഈ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും കഴിഞ്ഞതല്ല പണ്ട് 1 വർഷം മുന്നേ ഇവനാണെങ്കിൽ ഇവക്കൊരു കത്ത് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇവൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ. അതേ സ്ഥലത്തായിരിക്കും ഈ ഒരു ഫോറം നടക്കുന്നുണ്ടാവുക. ഇന്നും നമ്മളെ ഹാൻഡ് സ്പീച്ച് ഉണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ സ്പീച്ച് പറയാൻ തുടങ്ങുന്ന ടൈം അവൻ പറയും, കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ഥലത്ത് ഞാൻ ഒരു സ്പീച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു, അതുകൊണ്ടാണ് എന്നെ ഒന്നും കൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രാവശ്യം നമുക്കൊരു വെറൈറ്റി സ്പീച്ച് ആക്കാമെന്ന് പറയേ. അവനാണെങ്കിൽ ഈ ഒരു പ്രാവശ്യം പറയാൻ പോകുന്നത് മനുഷ്യനും മെഡിക്കലും തമ്മിലത്തെ ഒരു ബന്ധമായിരിക്കും. മെഡിക്കൽ എത്രത്തോളം മനുഷ്യനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം മനുഷ്യനെ ഹാപ്പി ആക്കുന്നുണ്ട്, ആ ഒരു കാര്യത്തിനെ കൊണ്ടായിരിക്കും അവ സ്പീച്ച് പറയുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ആ എപ്പിസോഡിന്റെ തുടക്ക ടൈമിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ഒരു വില്ലേജിൽ പോയിട്ട് അവിടെ ഒരു മുത്തശ്ശിക്കാണെങ്കിൽ കാലിന് സുഖമില്ലായിട്ട് ആ ഒരു ആർട്ടിഫിഷ്യൽ ലെഗ് അവരെ കാലിന് പാകമല്ലായിട്ട് അവർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചത്. നമ്മളെ പെണ്ണാണെങ്കിൽ പിടിക്കാൻ നോക്കിയ ടൈമൊക്കെ കൈയൊക്കെ തട്ടി മാറ്റി ആ ഒരു മുത്തശ്ശിനെ ഓർമ്മയില്ലേ. ആ ഒരു മുത്തശ്ശിക്കാണെങ്കിൽ നമ്മളെ പെണ്ണ് നല്ലൊരു ആർട്ടിഫിഷ്യൽ ലെഗ് വാങ്ങിക്കൊടുക്കണം, അതുമാത്രമല്ല അവരെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് വിചാരിച്ചിട്ടില്ലേ. അവളാണെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ഹാനോടും പറഞ്ഞിട്ടുണ്ടോ. പക്ഷേങ്കിൽ അവൾ മറന്നാലും, നമ്മൾ പറയില്ലേ നമ്മൾ മറന്നാലും ദൈവം ഓർക്കുമെന്ന്, അതുപോലെ തന്നെ അവൾ മറന്നാലും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളെ ഹാന് ഓർത്ത് വെച്ചിട്ട് നമ്മളെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ മെഡിക്കൽ ട്രീറ്റ്മെന്റും കൊടുത്തിട്ടുണ്ടാവേ. അതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മളെ ചെക്കൻ കാണിക്കുന്നുണ്ടാവും. ആ ഒരു വീഡിയോയിലാണെങ്കിൽ നമ്മളെ മുത്തശ്ശിൻ്റെ ഫ്രണ്ടും ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ പെണ്ണിൻ്റെ കണ്ണ് നിറയുന്നുണ്ടാവേ. കാരണം അവളോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അവളെ ഒരു ആഗ്രഹം അവൻ ചെയ്തു തീർത്തത്. അത് മാത്രമല്ല ഈ ഒരു ഫോറത്തിൽ ഇവനാണെങ്കിൽ പറയൂ, നമ്മളെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ മെഡിക്കൽ കിട്ടാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു വില്ലേജിലെ ആൾക്കാരും, അവർക്ക് നമ്മൾ ഫ്രീ സർവീസാണ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു ഹാൻഡ് ഹൈ കമ്പനിയും കൂടി ചേർന്നിട്ടുള്ള കോർപ്പറേഷനിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള സർവീസ് കൊടുക്കുമെന്ന് പറയേ. ഇത് കേൾക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സന്തോഷമാകും. എന്നിട്ട് അവൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് അവനാണെങ്കിൽ പറയൂ, ലൈഫിൽ എല്ലാവർക്കും ഒരു തെറ്റ് സംഭവിക്കും, എനിക്കും തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, അത് എന്നെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നെന്ന് പറയേ. അത് നമ്മളെ പെണ്ണിനെ ഉദ്ദേശിച്ചിട്ട് മാത്രം പറഞ്ഞതായിരിക്കും. അവൻ്റെ കണ്ണും നിറയുന്നുണ്ടാവുമായിരിക്കും, നമ്മളെ പെണ്ണിന്റെ കണ്ണും നിറയുന്നുണ്ടാവേ. ഇത് കാണുമ്പോൾ സാങ്ങിനാണെങ്കിൽ ഇവൻ ഈ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നത് നമ്മളെ പെണ്ണിനോടാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ അവളാണെങ്കിൽ എടങ്കോലൊന്നും ഇടുന്നുണ്ടാവില്ലേ. അങ്ങനെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ പാട് അവൻ എവിടെയോ പോകേണ്ട ആവശ്യം വന്നിട്ട് അവനാണെങ്കിൽ പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണും തിരിഞ്ഞു നോക്കുന്നുണ്ടാവേ, ഒന്നും മിണ്ടണം എന്നുള്ള രീതിയിൽ. പക്ഷെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഇറങ്ങി പോകാൻ പറ്റാത്തത് കൊണ്ട് അവൾ പോകുന്നുണ്ടാവില്ല. അങ്ങനെ റൂമിലെത്തുമ്പോൾ അവക്കാണെങ്കിൽ ഒരു കാർഡ് കിട്ടുന്നുണ്ടാവേ. ആ ഒരു കാർഡിൻ്റെ ഉള്ളിൽ ഒരു ഫോർഗീവ് കാർഡില്ലേ, അങ്ങനത്തെ ഒരു കാർഡായിരിക്കും. അതായത് എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെക്കൻ അവക്ക് വേണ്ടിയിട്ട് അയച്ചൊരു കാർഡ്. അത് കാണുമ്പോൾ തന്നെ അവളെ മനസ്സ് മൊത്തമായിട്ട് അലിയുന്നുണ്ടാവും. അവന്റെ സ്പീച്ച് കേട്ടേ അലിഞ്ഞിട്ടുണ്ടാവേ. ഇതും കൂടി കേൾക്കുമ്പോൾ മൊത്തമായിട്ട് അലിയുന്നുണ്ടാവും. അവള് നമ്മളെ ചെക്കനെ വിളിക്കുമ്പോൾ അവന്റെ ഫോൺ ആണെങ്കിൽ കണക്ട് ആവുന്നുണ്ടാവില്ലേ. അതുകൊണ്ട് അവളാണെങ്കിൽ നേരെ നമ്മളെ ചെക്കന്റെ വീട്ടിലേക്ക് പോകും. അവള് പേടിച്ചോണ്ടായിരിക്കെ അതിന്റെ പാസ്വേഡ് അടിക്കുന്നുണ്ടാവുക. കാരണം ഇവളെ ബർത്ത്ഡേ ഡേറ്റ് ആണല്ലോ അതിന്റെ പാസ്വേഡ്. അഥവാ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെയും ഹേർട്ട് ആവും നമുക്കറിയാം. അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ അടിക്കുന്നുണ്ടാവും. പക്ഷേ അവനാണെങ്കിൽ മാറ്റിയിട്ടുണ്ടാവില്ല, അത് നമുക്കറിയാലോ. അങ്ങനെ അവൾ അകത്തേക്ക് പോയി നോക്കുന്നേരം അവളെ പൂച്ച ഉണ്ടാവുമായിരിക്കും. അവൾ
നമ്മളെ ഒരു ഫ്രിഡ്ജില്ലേ, ഫ്രിഡ്ജിലാണെങ്കിൽ അവൻ ഇതുപോലത്തെ നോട്ട് എഴുതി വെച്ചിട്ടുണ്ടാവേ. സംഭവം അവൻ എഴുതിയതായിരിക്കില്ല, ഇവളാണെങ്കിൽ പോകുന്നതിനേയും കാട്ടി മുന്നേ ഇവർ ഭയങ്കര റൊമാൻസ് ആയിരുന്ന ടൈമിൽ ആ ഒരു ടൈം എഴുതിയതായിരിക്കും. അതായത് ആ ഒരു ഫിഷ് ടാങ്കിലാണെങ്കിൽ ഫിഷിനെ വാങ്ങിയിടണോ, പൂച്ചക്ക് സ്പാ കൊടുക്കണോ, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറേ സംഭവങ്ങൾ, ഇവള് പറഞ്ഞ കുറേ സംഭവങ്ങൾ. അവസാനമായിട്ട് അവൻ എഴുതിയത് നമ്മളെ പെണ്ണിൻ്റെ പാരൻസിനെ അവരെ ഹോം ടൗണിൽ പോയിട്ട് മീറ്റ് ചെയ്യണം എന്നായിരിക്കും. പക്ഷെ അത് ഇവളില്ലാണ്ട് പറ്റൂലല്ലോ, അതുകൊണ്ട് അത് മാത്രം ഫുൾഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ പെണ്ണിന് സങ്കടം വരുന്നുണ്ടാവും. കാരണം ഒരു വർഷമാണ് എന്തോ ഒരു തെറ്റിദ്ധാരണൻ്റെ പേരിൽ ഇവർ രണ്ടാളും മിണ്ടാണ്ട് നിന്നിട്ടുണ്ടാവുക. അതൊക്കെ ആലോചിച്ചിട്ട് കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടായിരിക്കും. ഒരു കോളിംഗ് ബെല്ല് കേൾക്കുന്നുണ്ടാവുക. നമ്മളെ പെണ്ണാണെങ്കിൽ ചെക്കിനാണെന്ന് വിചാരിച്ചിട്ട് തുറക്കുന്ന ടൈം ആരായിരിക്കും? വേറെ ആരുമല്ല, ആ ഒരു ഹയോ യു ആയിരിക്കും. ഈ ഒരു ഹയോ യുവിനെ ആണെങ്കിൽ പോലീസുകാർ തേടുന്നുണ്ടാവുമായിരിക്കും. നമ്മളെ പെണ്ണിനായൊരു കാര്യം അറിയേ, ഈ ഒരു ഹയോ യുവിനെ കണ്ടപാട് നമ്മളെ പെണ്ണ് പേടിക്കുന്നുണ്ടാവും. പിന്നെ അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് കാണിക്കുന്നില്ല. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ നമ്മളെ പെണ്ണിൻ്റെ സൂട്ട് കേസ് കാണുന്നുണ്ടാവുക. പക്ഷേ അവളെ കാണുന്നുണ്ടാവില്ല. അവനാണെങ്കിൽ അവളെ വിളിച്ച് നടന്നുകൊണ്ട് നിൽക്കുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിൻ്റെ കോള് വരുന്നുണ്ടാവുക. അവൾ ഹാപ്പിയിൽ അവളോട് എവിടെയാണെന്ന് ചോദിക്കുന്നേരം നമ്മളാ ഒരു ഹയോ യു ആണെങ്കിൽ പറയും, ഓ അവളോട് അത്രക്ക് സ്നേഹമുണ്ടല്ലേ, നിനക്ക് അവളെ മിസ് ചെയ്യുന്നുണ്ടോ, എന്നാൽ പിന്നെ അവളെ കരച്ചിൽ ഞാൻ കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ ഇതുപോലെ ഉപദ്രവിക്കുമ്പോൾ അവളാണെങ്കിൽ കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടാവും. ഈ ഒരു ഹയോ യു ആണെങ്കിൽ പറയും, ദേഷ്യം പിടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നീയാണെങ്കിൽ ഇങ്ങോട്ടേക്ക് വരണോ, നിന്നെക്കൊണ്ട് 10 വർഷമാണ് ഞാൻ അനുഭവിച്ചത്. എൻ്റെ ഹാർഡ് വർക്ക് എല്ലാം നിന്നെ ഒറ്റ ആളെ കൊണ്ട് ഇല്ലാണ്ടായി. അതുകൊണ്ട് നിനക്ക് ഇവിടെ വേണമെങ്കിൽ പോലീസുകാരെയോ ആരെയും വിളിക്കാണ്ട് $1 മില്യൺ അത്രയും ഡോളർ എടുത്തിട്ട് നീ ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയൂ. നമ്മളെ ചെക്കൻ വേറെ ഒന്നും പറയുന്നുണ്ടാവില്ലേ. ഇതേ ടൈം ഈ ഒരു ഹയോ യു ആണെങ്കിൽ സിങ്ങിനോട് പറയൂ, നീ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, ഞാൻ ആ ഒരു ഹാനെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതാണ്. പക്ഷേ നീ അവിടെ വന്നുകൊണ്ട് നിന്നെ പിടിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ നിന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. നിനക്കൊരു കാര്യം അറിയാം, ആ ഒരു ഹാനെ കൊണ്ട് എനിക്ക് എൻ്റെ കമ്പനി നഷ്ടമായി, 10,000 ആൾക്കാർക്ക് ജോലി നഷ്ടമായി, എല്ലാം അവനെ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ചെക്കന് എന്തെല്ലോ പറയുന്നുണ്ടാവേ. പെണ്ണിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. ഇതേ ടൈം ഹാൻ ആണെങ്കിൽ ഇവളെ രക്ഷിക്കാൻ വരുമ്പോൾ നമ്മളെ ടാങ് അവനെ വിളിക്കുന്നുണ്ടാവും. ടാങ്ങിനോട് ഇവനാണെങ്കിൽ കാര്യം പറഞ്ഞിട്ട് പോലീസിനെ വിളിച്ച് പറയാൻ പറഞ്ഞിട്ട് ലൊക്കേഷനും പറഞ്ഞു കൊടുക്കും. അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുവേ. നമ്മളെ ചെക്കനാണെങ്കിൽ പറയൂ, നീ പറഞ്ഞ പൈസ എൻ്റെ കൈമിലുണ്ട്, അത് കാറിലാളതെന്ന് പറഞ്ഞിട്ട് അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ടാവേ. ഈ ഒരു ഹയോ യു ആണെങ്കിൽ പറയും, ഞാൻ നിന്നെ വിശ്വസിക്കാം, പക്ഷേ എൻ്റെ അടുത്ത് ട്രിക്ക് എടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീയും തീരും ഇവളും തീരും എന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ അതിൽ 5 മില്യൺ ആറ്റുകൊണ്ട്, 5 മില്യൺ അല്ലല്ലോ, എത്ര മില്യൺ ആറ്റുകൊണ്ട് ബാക്കി ഇവൻ്റെ കൈമിലും ഉണ്ടാവേ. ആ 10 മില്യൺ ബാക്കി ഇവൻ എങ്ങനെയോ കൊടുക്കാന്നൊക്കെ പറയും, ഇവൻ്റെ കാർഡിലുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു കാർഡ് കൊടുക്കാൻ നിൽക്കുന്നത് ഹയോ യു ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇതുപോലെ നമ്മളെ ചെക്കനെടുത്തേക്ക് തള്ളിയിടുന്നുണ്ടാവേ. പക്ഷേ ഹയോ യുവിന് നമ്മളെ ഹാനിനോട് നല്ല ദേഷ്യം ഉണ്ടെന്ന് നമുക്കറിയാലോ. അവനാണെങ്കിൽ കത്തി എടുത്തിട്ട് നമ്മളെ ഹാനിനെ അടിക്കാൻ നോക്കും, അല്ല കുത്താൻ നോക്കും. മണ്ടത്തരേ വരുന്നുള്ളൂ, അതെന്താണെന്ന് എനിക്കറിയില്ല, എത്ര ശ്രമിച്ചിട്ട് മാറുന്നില്ല. അങ്ങനെ 3 ആൾ കൂടിയിട്ട്, 3 ആളിൽ 2 ആളും കൂടിയിട്ട് അവിടുന്ന് തച്ച് മരിക്കുന്നുണ്ടാവേ. നമ്മളെ പെണ്ണിന് എന്നാ ചെയ്യേണ്ടതെന്ന് തിരിയുന്നുണ്ടാവില്ല. അവളെ വായും പൊത്തിയിട്ടുണ്ടാവും, കൈയും പൊത്തിയിട്ടുണ്ടാവും, വേറൊന്നും അവർക്ക് ചെയ്യാനും പറ്റില്ല. അവൾക്കാണെങ്കിൽ കരഞ്ഞ് സഹിക്കാനേ പറ്റുന്നുണ്ടാവില്ല. അങ്ങനെ ഇവർ 2 ആളും അടിയായിട്ട് ആ ഒരു ബിൽഡിങ്ങിൽ നിന്ന് നേരെ താഴോട്ടേക്ക് പോകും. 2 ആളും നമ്മളെ പെണ്ണാണെങ്കിൽ അവൻ മരിച്ചു പോയി എന്ന് വിചാരിക്കുന്ന അതേ ടൈമായിരിക്കും ഒരു സസ്പെൻസ് ഉണ്ടാവുക. നമ്മളെ ടാങ്ങിനോട് പോലീസുകാരെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടില്ലേ, അവരാണെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം താഴെ ഇട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മളെ ചെക്കിനും ആ ഒരു ഹയോ യുക്കും ഒന്നും പറ്റിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ ചെക്കനെ നോക്കുന്നത് ഈ ആയിരിക്കെ. അതേ ടൈമിൽ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ അങ്ങോട്ടേക്ക് വരും. അവൾ വരുന്ന കാണുമ്പോൾ ഈ അവിടുന്ന് പോകുന്നുണ്ടാവേ. അവൾ വന്നപാട് നമ്മളെ ചെക്കിനാണെങ്കിൽ നീ എന്നോട് ക്ഷമിച്ചോ എന്ന് ചോദിക്കേ. അവളെ കണ്ണെല്ലാം നിറയുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും, ഞാൻ നിന്നെ പണ്ടേ ക്ഷമിച്ചതിന്, ഞാൻ അന്ന് നിന്നോട് ചോദിച്ച ഓർമ്മയുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ട് മരിക്കുമെന്നത്. ഇപ്പം നീ അതല്ലേ കാണിച്ചു തന്നത്, ഇനി എങ്ങനെ എനിക്ക് നിന്നോട് ക്ഷമിക്കാണ്ടിരിക്കാൻ പറ്റുമോ? എനിക്ക് വേറെ ഒന്നും വേണ്ട, നീ എന്നാ ചെയ്യാൻ പോകുന്നത് ആ ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ മാത്രം മതി. അല്ലെങ്കിൽ മറ്റുള്ള അടുത്തുനിന്ന് കേൾക്കുമ്പോൾ ഞാൻ എന്നാ വിചാരിക്കുക, എനിക്കെന്നാ മനസ്സിലാക്കാൻ പറ്റുമോ? എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് ഏറ്റവും വലിയ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഒരു ഇൻസെക്യൂരിറ്റിയിലെ ആ ഒരു സംഭവം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവേ. അവൾ ഇതൊക്കെ പറയുമ്പോൾ അവളെയും കാട്ടി കൂടുതൽ കരയുന്നത് നമ്മളെ ചെക്കനായിരിക്കും. അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇതുപോലെ ഉമ്മ കൊടുക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇവർ 2 ആളും ഒന്നിച്ചേരാൻ നമുക്ക് പിന്നെയും സമാധാനമായി. ഇതേ
ടൈം നമ്മളെ സോ ഇല്ലേ അവനാണെങ്കിൽ അവിടെ ഒരു ബോസ് ഇല്ലേ അയാൾ വിളിക്കുന്നുണ്ടാവേ. എന്നിട്ട് അയാളാണെങ്കിൽ വർക്കിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ സ്മൂന്നാ പറയുന്നത് സൂ ആണെങ്കിൽ പറയും എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ടെന്ന്. അതേ ടൈം അയാളാണെങ്കിൽ പറയും എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്, നിന്റെ വർക്കാണെങ്കിൽ അടിപൊളിയാണ്, നീ ഓരോ കാര്യത്തിനും കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ്റെ കാര്യം ഞാൻ നിന്നോട് പറഞ്ഞു തരണ്ടല്ലോ, അത് നമുക്ക് എല്ലാവർക്കും നല്ലോണം അറിയാം. അതുകൊണ്ട് നിനക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. 3 വർഷം നിനക്ക് ജർമ്മനിയിൽ പോയിട്ട് പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് പഠിച്ചു കഴിഞ്ഞിട്ട് നീ തിരിച്ച് കമ്പനിയിലേക്ക് വരുമ്പോൾ നിനക്ക് നല്ലൊരു പൊസിഷനാണ് നമ്മൾ കമ്പനി തരാൻ പോകുന്നത്. നിന്റെ അഭിപ്രായം കൂടി മാത്രമേ നമുക്ക് അറിയാനുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തോളൂ എന്ന് പറയേ. ഇത് പെട്ടെന്ന് കേട്ടത് കൊണ്ട് തന്നെ നമ്മളെ സൂന് എന്നാ മറുപടി കൊടുക്കേണ്ടത് തിരിയുന്നുണ്ടാവില്ല. ആ ഒരു ബോസ് ആണെങ്കിൽ പറയും നിനക്ക് 3 മാസം ടൈം ഉണ്ട്, അതിനുള്ളിൽ തിങ്ക് ആക്കിയിട്ട് നല്ലൊരു മറുപടി തരണം, ഇതൊരു റയർ ഓപ്പർച്യൂണിറ്റിയാണ്, അതുകൊണ്ട് മിസ്സാക്കാണ്ട് നിൽക്കുക, അത്രയും ശ്രദ്ധിക്കണം എന്ന് പറയും. അങ്ങനെ നമ്മളെ സൂ ആണെങ്കിൽ പുറത്തെത്തുന്ന ടൈം നമ്മളെ ലീവ് വിളിക്കുന്നുണ്ടാവേ. അവളാണെങ്കിൽ എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോ. നമ്മളെ സൂ ആണെങ്കിൽ അധികം ഒന്നും പറയാൻ നിൽക്കുന്നുണ്ടാവില്ല. അവൻ ആദ്യം പറയാൻ നോക്കിയേ, പിന്നെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണ് എന്നാ പറയുമെന്ന് അറിയാത്തത് കൊണ്ട് നമുക്ക് നാളെ നേരിട്ട് കാണാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാന്നിരിക്കും അവൻ പറയുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് ഈ ഒരു ചാങ്ങിനെയും സാങ്ങിനെയും ആയിരിക്കും. ചാങ് ആണെങ്കിൽ ഒരു എഗ്രിമെന്റ് നമ്മളെ പെണ്ണിന് കൊടുത്തിട്ടുണ്ടാവും. ആ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ നിൽക്കുന്നേരം അവളാണെങ്കിൽ സൈൻ ചെയ്യുന്നുണ്ടാവില്ലേ. അതേ ടൈം ഈ ഒരു ചാങ് ആണെങ്കിൽ പറയും നിനക്കാണെങ്കിൽ ഒരുപാട് ഡൗണും അപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു എഗ്രിമെന്റ് നിനക്ക് നല്ലത് മാത്രമേ വരുത്തുള്ളൂ എന്ന് പറയും. പക്ഷേ സാങ് അത് സൈൻ ചെയ്തിനോ ഇല്ലയെന്ന് അറിയില്ല. അവൾ നേരെ നമ്മളെ ചെക്കനെ കാണാൻ വരുന്നുണ്ടാവും. നമ്മളെ സിങ് ആണെങ്കിൽ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല, നിങ്ങൾ എന്നാലും സംസാരിച്ച് ഞാൻ പുറത്തിരിക്കാന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തിരിക്കും. അപ്പൊ ഈ ഒരു സാങ് ആണെങ്കിൽ കുശലാന്വേഷണങ്ങളൊക്കെ നടത്തുന്ന ടൈം ഹാൻ ആണെങ്കിൽ പറയും നിനക്ക് എന്നാണോ എന്നോട് ചോദിക്കാനുള്ളത് അത് മാത്രം ചോദിച്ചിട്ട് വേഗം ഒന്ന് പോകുമെന്ന് ചോദിക്കോ. അതേ ടൈം സാങ് ആണെങ്കിൽ ആ ഒരു എഗ്രിമെന്റിനെ കൊണ്ട് പറയേ. അവളാണെങ്കിൽ പറയും ആ ഒരു എഗ്രിമെന്റിൽ ഞാൻ സൈൻ ചെയ്ത്, നീ അന്ന് പറഞ്ഞിട്ടില്ലേ ബിസിനസ്സിലാണെങ്കിൽ ഒന്നിക്കല് എതിരാളികൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അങ്ങനെ ഉണ്ടാകുമെന്ന്. ഇത്ര കാലം നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്നു, ഇനി മുതൽ ഞാൻ നിന്റെ എതിരാളിയാണെന്ന് പറഞ്ഞിട്ടായിരിക്കും അവിടുന്ന് പോകുന്നുണ്ടാവുക. നമ്മളെ ചെക്കിനും വലിയ മൈൻഡ് ഒന്നും ആക്കുന്നുണ്ടാവില്ല, പുറത്തിരിക്കുന്ന നമ്മളെ പെണ്ണിനെയും ചോറിയാൻ പോകുന്നുണ്ടാവും. ഈ ഒരു സാങ് ആണെങ്കിൽ പറയും നിന്റെ വിചാരം എന്നാന്ന്, അവനാണെങ്കിൽ നിന്നെ അത്രക്കാരെ ഇഷ്ടാണോ, അല്ലെങ്കിൽ അവനൊരു അപകടം വന്നപ്പോ നീ നിന്റെ എല്ലാ ദേഷ്യങ്ങളും മാറ്റിയിട്ട് അവന്റെ കൂടെ പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനാണെങ്കിൽ എപ്പം നിന്റെ കൂടെ നിൽക്കുന്നു നീ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല, അവന് നിന്നെ പറ്റിക്കാനല്ലേ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ പിരിക്കേറ്റുന്നുണ്ടാവേ. പക്ഷേ അവളാണെങ്കിൽ പറയും എനിക്ക് എത്രത്തോളം അവനെ അറിയാനോ അവൻ എത്രത്തോളം എന്നെ അറിയാനോ നമുക്ക് നല്ലോണം അറിയാം, പിന്നെ നമ്മളെ പ്രണയം അത് നമ്മളതല്ലേ, നീ പറയുന്ന പോലെ നീ ഒരിക്കലും ഹാനെ മനസ്സിലാക്കിയിട്ടില്ല, അവനെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നൊന്നും പറയും. അതേ ടൈം സാങ് ആണെങ്കിൽ പറയും ഓ അങ്ങനെയാണോ, എന്നാ പിന്നെ എത്ര കാലം നിങ്ങളെ പ്രണയം പോകുന്നു നമുക്ക് കാണാലോ എന്നൊന്നും പറഞ്ഞിട്ടായിരിക്കും നമ്മളെ പെണ്ണിനാണെങ്കിൽ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ടാവുക. നമ്മളെ സിങ് അകത്തേക്ക് പോയപാട് സാങ് ആരെയോ വിളിച്ചിട്ട് ആ ഒരു എഗ്രിമെന്റ് ഇമെയിൽ അയക്ക് ഞാൻ ഇന്ന് സൈൻ ചെയ്യാന്ന് പറയുന്നുണ്ടാവേ. അതായത് ഹാനിന്റെ അടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സൈൻ ചെയ്തിട്ടുണ്ടാവില്ല, ഇപ്പൊ ഈ ഒരു ദേഷ്യത്തിലായിരിക്കും അവള് സൈൻ ചെയ്യാതെന്ന് പറയുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കനെ കാണാൻ വരുന്ന കണ്ണടനെ ആയിരിക്കും. കണ്ണടയാണെങ്കിൽ അവിടെ സിങ്ങിനെ കാണാത്തത് കൊണ്ട് തന്നെ അവന്റെ വിചാരം ഇവൻ അവളെ രക്ഷിച്ചിട്ടും നമ്മളെ സിങ് ആണെങ്കിൽ ഇവനോട് ക്ഷമിച്ചിട്ടില്ല, അവളാണെങ്കിൽ അവന്റെ കൂടെ ഇല്ല എന്നാന്നേ. അതുകൊണ്ട് സിങ്ങിനെ കൊണ്ട് എന്തെല്ലോ കുറ്റം പറയുന്നുണ്ടാവും. നമ്മളെ ഹാൻ എതിർത്തിട്ടൊന്നും പറയുന്നുണ്ടാവും അല്ലെ, പറയട്ടെ എന്ന് വിചാരിക്കും. അതേ ടൈം ആയിരിക്കും സിങ് വരുന്നുണ്ടാവുക. സിങ്ങിനെ കണ്ടപാട് ഇവനാണെങ്കിൽ ഷോക്ക് ആവുന്നുണ്ടാവേ. ഓ അപ്പൊ നീ ഇവനെ വിട്ടിട്ട് പോയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സിങ് ആണെങ്കിൽ എന്ത് ഞാൻ എവിടെ പോകാനാ നീ എന്നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മളെ കണ്ണട അധികം ഒന്നും പറയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നിങ്ങൾ എന്നോട് സംസാരിച്ചിട്ടിരിക്കും, ഞാൻ പോയിട്ട് ഇങ്ങനെ ഫ്രൂട്ട്സ് കഴുകിയിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ചെക്കനാണെങ്കിൽ സിങ്ങിനെ കൊണ്ട് എന്തോന്ന് പറയാൻ നോക്കിയേ. സിങ്ങിനെ അപ്പാട് ഹാനെ വിളിക്കുന്നുണ്ടാവും. ഹാൻ ആണെങ്കിൽ പറയും എനിക്ക് ഇവിടെ വേദനിക്കുന്നെന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുവേ. അതേ ടൈം അവനാണെങ്കിൽ ഒരു ഉമ്മ നമ്മളെ പെണ്ണിന് കൊടുക്കുന്നുണ്ടാവും. അതേ ടൈം ആയിരിക്കും കണ്ണട ആണെങ്കിൽ പറയുന്നുണ്ടാവുക സിങ് ഇനി മുതൽ നീ ഇവന്റെ ഹെൽത്ത് നല്ലോണം നോക്കണം, ഒരിക്കലും ഇവനെ വിട്ടിട്ട് പോകാൻ പാടില്ല, നിനക്കൊരു കാര്യം അറിയാം, നീ ഇവനെ വിട്ടിട്ട് പോയ ടൈം ഇവൻ ഒരേ ഡ്രിങ്ക്സ് അടി ചെയ്യണമെന്ന് പറയേ. നമ്മളെ ഹാൻ ആണെങ്കിൽ പറയും ഇറങ്ങിപ്പോടാ അതെന്ന് പറഞ്ഞിട്ട് കണ്ണടനെ അവിടുന്ന് പറഞ്ഞേക്കും. നമ്മളെ സിങ് ആണെങ്കിൽ ശരിക്കും നീ ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹാൻ ആണെങ്കിൽ പറയും ഇനി ഒരിക്കലും ഞാൻ അടിക്കില്ല, നീ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തു. ഇതേ ടൈം നമ്മളെ 2 ആണെങ്കിൽ ആ ഒരു കിഡ്നാപ്പേഴ്സ് അവളെയും വന്നിട്ട് തട്ടിക്കൊണ്ടുപോകുന്നുള്ളൊരു പേടിയിലേക്ക് എടുക്കുന്നതായിരിക്കും. അതേ ടൈം ആയിരിക്കും പുറത്തുനിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അവളാണെങ്കിൽ ഒരു പാനലിൽ എടുത്തു പോയിട്ട് ആ ഒരു കിഡ്നാപ്പറെ തലക്ക് അടിക്കാൻ നിൽക്കുന്ന ടൈം ആയിരിക്കും. അത് നമ്മളെ ലിൻസ ആയിരിക്കും. സംഭവം ഇവക്ക് ഇങ്ങനെ പേടിയാന്ന് പറഞ്ഞിട്ട് ഇവളെ കൂടെ കാവല് കിടക്കാൻ വന്നതായിരിക്കും. ഇവക്ക് നല്ല പേടിയുള്ളത് കൊണ്ട് തന്നെ ഇവൾ അധികം ഒന്നും പറയുന്നുണ്ടാവില്ല, അകത്ത് കയറിക്കൊന്നു തന്നെ പറയോ.
ഇതേ ടൈം ഹോസ്പിറ്റലിൽ നോക്കുന്നതാണെങ്കിൽ ആ ഒരു കുഞ്ഞി ബെഡിൽ നമ്മളെ ചെക്കനും പെണ്ണും ഒപ്പരം ഉറങ്ങുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. പിറ്റേ ദിവസം ആകുന്നേരം അവനെ കാണേണ്ടിയിട്ട് നമ്മളെ ടൂവും ലിൻജയും ലീയും സൂവും വരുന്നുണ്ടാവേ. സൂന് എപ്പോഴും പോലെ തന്നെ ഹാനിന് ഈ പ്രാവശ്യം കാണാനും എന്തോ ഒരു പേടിയായിരിക്കും. മീറ്റിങ്ങിനാറ്റം പോകുന്ന പോലെ ആയിരിക്കും പേടിച്ചിട്ട് കയറുന്നുണ്ടാവുക. അങ്ങനെ നമ്മളെ ചെക്കനോട് എന്തെല്ലോ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ലിൻജ ആണെങ്കിൽ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള ടൂനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുക. ടൂന് കുറച്ച് നാളൊക്കെ ഉണ്ട്, എന്നാലും അവൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ടാവും. ഇതേ ടൈം സിങ് ആണെങ്കിൽ ഡോക്ടറെ കാണിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവേ. നമ്മളെ ചെക്കനാണെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് ആയിരിക്കും. ആ ഒരു കാര്യങ്ങളൊക്കെ പിള്ളേരോട് പറയുമ്പോൾ പിള്ളേരാണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടാവും. നമ്മളെ ചെക്കനാണെങ്കിൽ അവർ പോകുന്നേരം നമ്മളെ പെണ്ണിന്റെ കൈ ഇതുപോലെ പിടിച്ചു വലിച്ചിട്ടാണെങ്കിൽ പറയൂ, ഞാൻ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയാൽ ഒറ്റയ്ക്ക് എനിക്ക് താമസിക്കാൻ പറ്റൂല, എന്നെ ആരെങ്കിലും നോക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞത്, അതുകൊണ്ട് നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് ചോദിക്കുക. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ആ നിൽക്കാന്നെന്ന് പറയും. അവനാണെങ്കിൽ പറയും എന്നാ പിന്നെ ഒരു ഉമ്മ താന്നെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഉമ്മ കൊടുക്കും. ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് വരുന്ന ടൈം നമ്മളെ ടൂം ലിൻജി ആണെങ്കിൽ പിള്ളേർക്ക് രണ്ടാക്കും സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാവേ. അങ്ങനെ നമ്മളെ ചെക്കനും പെണ്ണും ആണെങ്കിൽ നടന്നു വരുന്ന ടൈം നമ്മളെ സൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിന്റെ അമ്മേന്റെ ഓരോരോ തിങ്കും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അതായത് സൂനോടാണെങ്കിൽ നമ്മളെ ലീൻ്റെ അമ്മ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയലുണ്ടാവേ. അവനാണെങ്കിൽ പറയൂ, നിന്റെ അമ്മയാണെങ്കിൽ ഏർലി ഡൈവോഴ്സ് ആയതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ നിന്റെ അമ്മ ഒരുപാട് ശ്രദ്ധ ചുമത്തുന്നുണ്ട്, അതുകൊണ്ടാണ് അമ്മ നിനക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരുന്നത്, അതുകൊണ്ട് നീ അത് ആലോചിച്ചിട്ട് അമ്മേനോട് ദേഷ്യം പിടിക്കേണ്ട ഒരാവശ്യമില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് നമ്മളെ സൂ സംസാരിക്കുന്നുണ്ടാവേ. അതേ ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ എല്ലാം കേട്ട പോലെ ഇനി മുതൽ ഞാൻ എൻ്റെ അമ്മേനോട് നല്ലോണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. ഇതേ ടൈം ആയിരിക്കും ആ ഒരു ലൂ എന്ന് വെച്ചാൽ ഇവരെ ബോസിനെ വിളിച്ചിട്ട് നിങ്ങൾ പറഞ്ഞ ആ ഒരു ജർമ്മനിയിലത്തെ കാര്യത്തിന്റെ എന്നാ ചെയ്യേണ്ടെന്നുള്ള കാര്യം ഞാൻ മൈൻഡിൽ സെറ്റ് ആക്കി എന്ന് പറയുന്നുണ്ടാവുക. അത് എന്നാണ് ഇപ്പൊ അവനെന്നാ സെറ്റ് ആക്കി എന്നുള്ള കാര്യം ഇപ്പൊ കാണിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു മീനിനെയും ഇവനാണെങ്കിൽ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയിട്ടുണ്ടാവേ. ആ സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടാവേ. അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, നിനക്ക് എപ്പോൾ ഫസ്റ്റ് എന്നോട് ഇഷ്ടം തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും, നീ തിങ്കാക്കുന്ന പോലെ ഇപ്പോൾ ഒന്നുമല്ല, എപ്പാന്നോ നമ്മൾ കോളേജിൽ മീറ്റ് ചെയ്തത് ആ ഒരു ടൈം തൊട്ടിട്ടാണെന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ ശരിക്കോ ആ ടൈം ഞാൻ തന്നെ നിന്നെ മര്യാദക്ക് നോട്ടീസ് ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എപ്പോൾ നിനക്ക് തോന്നിയെന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ പറയും, സംടൈംസ് നീ സ്പീച്ച് പറഞ്ഞ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ നീ എന്നെ ഡിന്നറിനെ വിളിച്ച ടൈം ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം നമ്മളെ മീറ്റ് ചെയ്ത ടൈം ആയിരിക്കും, ലാസ്റ്റ് ടൈം ഞാൻ ജർമ്മനിയിൽ പോകുന്നേരം നമ്മളിങ്ങനെ എന്നെ മീറ്റ് ചെയ്യണം, എപ്പം കീപ്പ് ഇൻ ടച്ചിൽ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പക്ഷേ നീ അത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ചെക്കൻ ഇപ്പം ഇവളോട് ഓപ്പൺ ആയിട്ട് പറയേ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടാവും. കാരണം ഇവള് വിചാരിച്ച പോലെ അങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ലവ് അല്ല ഇതെന്നുള്ള കാര്യം അവൾക്ക് ഇപ്പൊ പൂർണ്ണമായിട്ട് മനസ്സിലാവും. അങ്ങനെ രാത്രി രണ്ടാളും ഞാൻ പറയണല്ലോ ഒപ്പരായിരിക്കും ഉറങ്ങുന്നുണ്ടാവുക. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവളാണെങ്കിൽ പറയും, നിനക്ക് ഭയങ്കര ബോഡി ഷേപ്പ് ആണല്ലോ എന്ന് ചോദിക്കുക. നമ്മളെ ചെക്കനാണെങ്കിൽ ചോദിക്കും, ഓ നീ ഫസ്റ്റ് ടൈം ആണോ കാണുന്നത് ചോദിച്ചിട്ട് പിന്നെയും അവർ ഒരുപാട് ഹാപ്പി മൊമെന്റ് ഒക്കെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ കുക്കിങ്ങിന് പോകുന്ന ടൈമും നമ്മളെ ചെക്കനും പെണ്ണും ഒപ്പരം ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ ഇടാട്ടോ. അങ്ങനെ നമ്മളെ പിള്ളേർ രണ്ടാളും ഓഫീസിൽ പോകുന്നുണ്ടാവേ. നമ്മളെ പെണ്ണിനൊരു മീറ്റിംഗ് ഉണ്ടാവുമായിരിക്കും, ചെക്കനാണെങ്കിൽ അവൻ്റെ ഓഫീസിൽ തന്നെയായിരിക്കും. അവളാണെങ്കിൽ അവളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഇതുപോലെ എണീപ്പിച്ചിട്ട് അവനോട് ബോഡിയൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ പതിയെ. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നേരം അവന് നല്ലൊരു പെയിൻ ഉണ്ടാവുമായിരിക്കും. അവന് ചെറിയൊരു കുത്ത് കിട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ പെയിൻ നല്ലോണം ഉണ്ടാവും. പക്ഷേ ഇവക്ക് വേദന ആവണ്ടെന്നുള്ള രീതിയിൽ അവനൊന്നും പറയുന്നുണ്ടാവില്ല. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നേരം നമ്മളെ ചെക്കനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും, നമ്മൾ രണ്ടാളും നമ്മളെ വർക്കിൽ ഒരുപാട് ബിസിയാണ്, നമുക്ക് രണ്ടാൾക്കും നമ്മളേതായിട്ടുള്ള ടൈം സ്പെൻഡ് ആക്കാൻ ഒട്ടും ടൈം കിട്ടുന്നില്ല, അതുകൊണ്ട് നമുക്ക് വർക്കൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്കായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അവളും അതിന് ഓക്കെ പറയൂ. ആ ഒരു സീനോട് കൂടിയിട്ടായിരിക്കും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. ഇനി ആകെ 3 എപ്പിസോഡും കൂടിയേ ബാക്കിയുള്ളൂ. അതൊരൊറ്റ എപ്പിസോഡായിട്ട് നമുക്കിടാം. പുതിയ ഡ്രാമയെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം. അപ്പം അധികം ഒന്നും പറയാണ്ട് ബൈ.